ഓഗസ്റ്റ് 1 വ്യാഴാഴ്ച. മത്തായി 13:47 മുതൽ 53 വരെ വാക്യങ്ങൾ. 1816 ഇറ്റലിയിലെ നേപ്പിൾസിലെ മരിയനെല്ലയിൽ ഒരു കുട്ടി ജനിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് സ്നാനം നൽകി. അവന് അൽഫോൺസസ് മരിയ അന്റോണിയോ ജിയോവാനി, ഫ്രാൻസിസ്കോ കോസിമോ ഡാമിയോനോ, മൈക്കിൾ ആഞ്ചലോ ഗാസ്പാരോ ഡി ലിഗോറി എന്ന് പേരിട്ടു. അക്കാലത്ത് കുട്ടികൾക്ക് അവരുടെ പിതൃപൂർവികരുടെ സ്മരണയ്ക്കായി നിരവധി പേരുകൾ നൽകിയിരുന്നു. കൂടാതെ അവരുടെ ജനനത്തീയതിയും മാമോദിസ ദിവസവും ആഘോഷിക്കുന്ന വിശുദ്ധരുടെ പേരുകളും നൽകും. എന്നാൽ കാലക്രമേണ അദ്ദേഹം അൽഫോൺസസ് മരിയ ഡി ലിഗോറി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇന്ന് ആ വിശുദ്ധൻ്റെ തിരുനാളാണ് തിരുസഭ ആഘോഷിക്കുന്നത്. അൽഫോൺസസ് ജനിച്ച് 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലിഗോറി കുടുംബത്തിൻ്റെ ഒരു സുഹൃത്തായ ഒരു ജെസ്വിറ്റ് പുരോഹിതൻ ഫ്രാൻസിസ്കോ ജെറോണിമോ നവജാത ശിശുവിനെ കാണാൻ കുടുംബത്തെ സന്ദർശിച്ചു. ആ കൊച്ചു അൽഫോൺസിനെ കൈകളിൽ എടുത്തുകൊണ്ട് അദ്ദേഹം കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, ഈ കുഞ്ഞ് വളരെയേറെ പ്രായമായി ജീവിക്കും, 90 വയസ്സിന് മുമ്പ് മരിക്കില്ല, അവൻ ഒരു ബിഷപ്പായി തീരും, യേശുക്രിസ്തുവിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അൽഫോൺസസ് 90 വയസ്സും 10 മാസവും 5 ദിവസവും ജീവിച്ചു. 1787 ഓഗസ്റ്റ് 1 അദ്ദേഹം മരിച്ചു. ക്ലെമന്റ് 13 മാർപ്പാപ്പ അദ്ദേഹത്തെ സെയിൻറ്റ് ആഗതയുടെ ബിഷപ്പായി നിയമിച്ചു. അന്ന് ആ പുരോഹിതൻ പ്രവചിച്ചതിലും വളരെ കൂടുതലായി അൽഫോൺസസ് മാറി. അദ്ദേഹം പ്രസിദ്ധമായ ഒരു സന്യാസ സഭയുടെ സ്ഥാപകനായി. ദിവ്യരക്ഷക സഭ അല്ലെങ്കിൽ ഹോളി റിഡീമർ കോൺഗ്രിഗേഷൻ, ഇന്ന് റെഡംപ്റ്ററിസ് എന്നറിയപ്പെടുന്നു. അൽഫോൺസസ് ഒരു വലിയ കലാകാരനും സംഗീതജ്ഞനും അഭിഭാഷകനും പ്രാസംഗികനുമായിരുന്നു. 111 പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. 70 ഭാഷകളിലായി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏകദേശം 20,000 പതിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ ഗ്ലോറീസ് ഓഫ് മേരി, മോറൽ തിയോളജി, വിസിറ്റ് ടു ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എന്നിവ ഇന്നും ലോകമെമ്പാടും വായിക്കപ്പെടുന്നു. ഇന്ന് ഏതാണ്ട് 5000-ഓളം റെഡംപ്റ്ററിസ്റ്റ് പുരോഹിതന്മാരും ബ്രദേഴ്സും റെഡംപ്റ്ററിസ്റ്റീൻ കന്യാസ്ത്രീകളും അൽഫോൺസിൻ്റെ കാര്യസ്ഥത്തെ പിന്തുടരുന്ന നിരവധി മറ്റു സന്യാസഭകളും 82 രാജ്യങ്ങളിൽ വിവിധ രീതികളിൽ ദൈവവചനം പ്രഘോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ ഒരു അംഗമായതിലും വിശുദ്ധ അൽഫോൺസിൻ്റെ മകനായി അറിയപ്പെടുന്നതിലും ഞാൻ അഭിമാനിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു ദൈവരാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ എറിയുന്ന വലയോട് ഉപമിക്കുന്നു. നല്ലതും ചീത്തയും ഉൾപ്പെടെ എല്ലാത്തരം മത്സ്യങ്ങളും ആ വലയിൽ പെടുന്നു. അവസാനം നല്ലവ മാത്രം മത്സ്യത്തൊഴിലാളികൾ എടുക്കുന്നു, ബാക്കിയുള്ളവ വലിച്ചെറിയുന്നു.
യേശു സ്ഥാപിച്ച ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകാൻ നല്ലവരും ചീത്തയുമായ എല്ലാവരെയും യേശു വിളിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉപമ. പശ്ചാത്തപിക്കാൻ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകപ്പെടുന്നു എന്നാണ് ഇതിനർത്ഥം. അനുതപിക്കാനും യേശുവിൽ വിശ്വസിക്കാനുമുള്ള ക്ഷണത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നവർ അവൻ്റെ രാജ്യത്തിൽ എന്നേക്കും അവനോടൊപ്പം ചേരുന്ന ഒരു ന്യായവിധി ദിനമുണ്ട്. ഇതാണ് നമ്മുടെ പ്രതീക്ഷ, ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ തിന്മകളുടെ ചുറ്റിൽ പെട്ട് ആടി ഉലഞ്ഞാലും നാം യേശുവിൽ വസിച്ചാൽ നിത്യജീവൻ്റെ വാഗ്ദത്തം നമുക്ക് ലഭിക്കുമെന്ന് അവിടുന്ന് ഉറപ്പ് തരുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.